ഏയ് നീയല്ലേ പറഞ്ഞത് സച്ചി രേവതിയും കണ്ട സ്വർണ്ണക്കടയുടെ അടുത്ത് പെട്ടിക്കട വെച്ച പോലെ ഉണ്ടാവുന്ന. നീ ഒന്ന് നോക്കിയ അവരേനെ. റോയൽ ലുക്കിലല്ലേ അവര് വരണേ. എന്തു ഭംഗി അവരെ കാണാൻ. ഇനി നിനക്ക് ഇതിൽ എന്തെങ്കിലും തിരിച്ചു കമന്റ് പറയാനുണ്ടോ? ഇപ്പൊ ഏറ്റവും ക്യൂട്ട് കപ്പിൾ അവരല്ലേ. നിനക്ക് കാണുമ്പോ അസൂയ തോന്നുന്നുണ്ടോ ചന്ദ്രേ? നീ അസൂയപ്പെടണ്ട കേട്ടോ. അവര് സുന്ദരി കുട്ടി സുന്ദര കുട്ടപ്പനായിട്ടാ വന്നേക്കണേ. ഇത് വേറെ ആരുടെയും വാക്കുകളിലെ ചന്ദ്രയുടെ ഉറ്റ കൂട്ടുകാരി ഭാമയുടെ വാക്കുകളാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരി, ഇന്നത്തെ ചെമ്മന്തിപ്പൂവിന്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധിക്ക് പുതിയൊരു ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ മെനഞ്ഞിട്ട് സുധിയുടെ വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ തന്നെ കടയുടെ 100-ാം ദിവസത്തിന്റെ സെലിബ്രേഷനൊക്കെ കൂടി ഒന്നിച്ച് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ പുതിയ ഡീലർഷിപ്പ് തരും എന്ന് പറഞ്ഞ ആളേനെ അഭിലാഷ് സാറിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോയൽ ലുക്കിൽ വേണം എല്ലാവരും പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിയും സച്ചിനെയും ശ്രീകാന്തിനെയും കൺവിൻസ് ചെയ്യിച്ചു. അതുപോലെ രേവതിനെയും വർഷേനെയും കൺവിൻസ് ചെയ്തിട്ട് അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് മേക്ക് ഓവറൊക്കെ ചെയ്ത് എല്ലാവരും കുടുംബം അടക്കം എല്ലാവരും കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുകയാണ്. പക്ഷെ രവീന്ദ്രന് ഇത് അറിയില്ല കേട്ടോ, തോന്നണു കേട്ടോ. ഇങ്ങനെ കഥ ശ്രുതിയുടെ കള്ളക്കഥയൊന്നും രവീന്ദ്രന് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആൾക്ക് കോട്ട് സ്യൂട്ടൊന്നും വേണ്ട പറഞ്ഞിട്ട് ആള് നോർമൽ ഡ്രസ്സിലാണ് കേട്ടോ ഇരിക്കണത്. അങ്ങനെ ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ ശ്രുതി നോക്കുമ്പോൾ 4 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയേണ്ടത്, ശ്രുതി അത്രയ്ക്കൊന്നും നമ്മൾ ആലോചിച്ച് എപ്പോൾ തന്നെ ടെൻഷൻ ആവും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ നമുക്ക് കോട്ട് സ്യൂട്ടൊക്കെ വാടകയ്ക്ക് എടുത്താൽ പോരെ, എനിക്ക് മാത്രമുള്ളത് കാശ് കൊടുത്ത് മേടിച്ചിട്ട് സച്ചിക്ക് ശ്രീകാന്തിന് വാടകയ്ക്ക് എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയേണ്ട, ആര് വന്നില്ലേലും സച്ചി വരണം എന്ന് പറയുന്നുണ്ട്. സച്ചിയെ പിണക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കേണ്ടത്, എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല പറയാ. അല്ല മദ്യമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ശ്രുതി ചോദിക്കുമ്പോൾ, ഉണ്ടാവും ശ്രുതി പറയണേ. അപ്പൊ ശ്രുതിയുടെ ലക്ഷ്യതീന്ന് നമുക്ക് മനസ്സിലാക്കാം. സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് ആന്റണിക്ക് അയച്ചു കൊടുക്കാനാണ് ശ്രുതിയുടെ ഉദ്ദേശം. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങി. രവീന്ദ്രനാണ് ആദ്യം കയറി വരുന്നത്. രവീന്ദ്രൻ കയറി വരുമ്പോൾ കുറേ ഗസ്റ്റുകളുണ്ട്. അയ്യോ, ഇതിൽ എനിക്ക് പരിചയമുള്ള ആരും കാണാനില്ലല്ലോ, എൻ്റെ വീട്ടുകാരൊക്കെ എവിടെ, ആരും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ അമ്പരന്ന് നിൽക്കണം. അമ്പരന്ന് നിൽക്കുമ്പോൾ ആരും കാണില്ല, കുറേ ഗസ്റ്റുകളുണ്ട്. ആ സമയത്തുണ്ട് ഡോറ് തുറന്നിട്ട് ആര് വരുന്നു? നമ്മുടെ ചന്ദ്ര വരുന്നു. ചന്ദ്രനെ പറഞ്ഞാൽ മതി, അടിപൊളി മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടി വെടർത്തിയിട്ട് നല്ല ഫാഷനിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളി ലുക്കിലാണ് ചന്ദ്ര വരുന്നത്. ചന്ദ്രനെ കണ്ട നമ്മളാണെങ്കിലും ഒന്ന് നോക്കി നിന്ന് പോട്ടോ. അങ്ങനെ ചന്ദ്രനെ കാണുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രനെ കണ്ണുമിഴിക്കാതെ നോക്കുകയാണ്. അപ്പൊ ചന്ദ്ര ചോദിക്കുകയാണ്, എന്താ എന്നെ ഇങ്ങനെ നോക്കണെന്ന് ചോദിക്കാണ്. ചന്ദ്രനെ കണ്ട ഭാമ പറയണ, എൻ്റെ ചന്ദ്രയെ നിന്നെ എന്ത് ഭംഗിയപ്പോ കാണാൻ, നീ കല്യാണത്തിന് പോലും ഇത്ര അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവില്ല, എന്ത് സുന്ദരിയാ നീ, എനിക്ക് കുശുമ്പാവണേ നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയാണ് ഭാമ. അപ്പൊ ചന്ദ്ര പറയും, ഒന്ന് പോ ഭാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാണം കൊണ്ട് തുളുമ്പി നിൽക്കാണ് ചന്ദ്ര. ആ സമയത്താണ് രവീന്ദ്രൻ ചന്ദ്രനെ കാണുന്നത്. ചന്ദ്രേ, നീക്ക് ആളാകെ മാറിപ്പോയില്ല പറയാണ് രവീന്ദ്രൻ. എന്താ രവിയേട്ട ഇങ്ങനെ നോക്കണേ, എനിക്ക് നാണം, എൻ്റെ ചന്ദ്രയായിട്ട് നീ തന്നെയാണോ ഇത്, നീ കല്യാണത്തിന് പോലും ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. നിന്നെ കണ്ട ഇപ്പൊ വേറെ ലെവലാണല്ലോ എന്നൊക്കെ പറയാണ്. ഒന്ന് പോ രവിയേട്ടാ, ഇതൊക്കെ ശ്രുതിയുടെ പണിയാന്നൊക്കെ പറയും. അടിപൊളി സ്റ്റൈലാണ് കേട്ടോ ചന്ദ്ര വന്നേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചോദിക്കും, ശ്രുതിയൊക്കെ എവിടെ ചോദിക്കും രവീന്ദ്രൻ. അപ്പൊ അവരിപ്പോ വരും എന്ന് പറയാണ്. അപ്പൊ കയറി വരികയാണ് ആര്? നമ്മുടെ ശ്രുതി. അടിപൊളി നല്ല ചുവപ്പ് കളർ സാരിയില്, നല്ല ചില്ലി റെഡ് സാരിയിൽ അടിപൊളി സുന്ദരി കുട്ടിയായിട്ട് വരികയാണ്. വരുമ്പോ ശ്രുതിയുടെ കൂട്ടുകാരി മീര പറയണേ, പുറപ്പെട്ട് വരണൊക്കെ കൊള്ളാം, സച്ചിയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും വീഡിയോ കൈക്കലാക്കാനുള്ള മാർഗം ഉണ്ടാക്കണം എന്ന് പറയണം. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നീ എന്നെ ടെൻഷൻ ആക്കല്ലേ എന്നൊക്കെ പറയണം. ശ്രുതി എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയാണ്. എങ്ങനെയെങ്കിലും ആ വീഡിയോ എടുത്ത് നമുക്ക് ആന്റണിക്ക് അയച്ചു കൊടുക്കണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ശ്രുതി ലിഫ്റ്റിന്റെ ഡോറൊക്കെ തുറന്ന് ശ്രുതി വരികയാണ്. റോയൽ ലുക്കിൽ കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, കോട്ട് സൂട്ട് ടൈ എല്ലാ അടിപൊളി സ്റ്റൈലിൽ ശ്രുതി വരും. ശ്രുതി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ വാ തുറന്നേക്കാണ്, എൻ്റെ ശ്രുതി നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. ആണോ ശ്രുതി? അതെ, പിന്നല്ലാതെ എന്ത് സുന്ദരി ആയിക്കോളും ഈ വേഷത്തില്, സൂപ്പറായിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഫംഗ്ഷന് വന്ന എല്ലാ ആളുകളും നിന്നെ മാത്രമേ നോക്കൂന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ശ്രുതി അഭിമാനം കൊണ്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പൊങ്ങി ആകാശത്തോളം മുട്ടാറായിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് അകത്തേക്ക് പോവാണ്. അവര് പെട്ടെന്ന് അകത്തേക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും കൈയടിക്കാണ്. ശ്രീകാന്തും വർഷയും വന്നു. ശ്രീകാന്തും വർഷ ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഡ്രസ്സിലങ്ങനെ വർഷ അതീവ സുന്ദരിയായിട്ട് ലാച്ചയിൽ സൂപ്പർ സുന്ദരി കുട്ടിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ശ്രീകാന്തിനെയും വർഷിനെയും കാണുമ്പോൾ ചന്ദ്രമതി പറയണേ, നോക്കി അവര് എന്ത് ഭംഗിയാ നോക്കിയെന്ന് പറയാന് രവീന്ദ്രനോട്. അതുപോലെ തന്നെ ശ്രുതിയും കയറി വന്ന് ഇവരെ കാണുമ്പോൾ പറയാണ്, സൂപ്പറായിട്ടുണ്ടല്ലോ പറയുമ്പോൾ രവീന്ദ്രൻ പറയാണ്, ഇതിന്റെ ഇടയിൽ നമ്മുടെ സച്ചിനെയും രവതിനെയും കാണാനില്ലല്ലോ എന്ന് പറയാണ്.
അപ്പോൾ ചന്ദ്രമതി പറയും, നിങ്ങളിപ്പോൾ എന്തിനാ അവരുടെ കാര്യം അന്വേഷിക്കണം, അവർക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ അവരേനും കൂടി ഇവിടെ കൊടുന്നു നിർത്തി എന്ത് കോലത്തിലാണ് അവ വരുന്നത്. ഒരു കാര്യം ഉറപ്പാ, ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ശ്രുതിയും വർഷി ശ്രീകാന്ത് സുന്ദരി സുന്ദരൻ തന്നെ. ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ സ്വർണ്ണക്കടയുടെ അടുത്ത് പെട്ടിക്കട വെച്ച പോലെ ഉണ്ടാവും അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയാണ്. എന്നാലും അവരെ കണ്ടില്ലല്ലോ, ഇവരിത് എവിടെയെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. ആ സമയത്താണ് ഡോറ് തുറന്നിട്ട് സച്ചിയും രേവതിയും കൂടി വരുന്നത്. നല്ല അടിപൊളി സുന്ദരി കുട്ടികളായിട്ട്, സത്യം പറഞ്ഞാൽ ശ്രുതിയും വർഷയും ശ്രീകാന്തിനെക്കാട്ടിലും കൂടുതൽ അടിപൊളി റോയൽ ലുക്കിലാണ് രേവതി വരുന്നത്. സച്ചിനെയും രേവതിനെയും കണ്ടിട്ട് എല്ലാവരും വാ പൊളിച്ച് നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയും, നോക്ക് ചന്ദ്രേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പോലും അന്തം വിട്ട് നിൽക്കണം ഇവരുടെ മാറ്റം കണ്ടിട്ട്. അപ്പോൾ ഭാമ പറയാണ്, ചന്ദ്രേ നീയല്ലേ പറഞ്ഞത് സ്വർണ്ണക്കടയുടെ അടുത്ത് പെട്ടിക്കട വെച്ച പോലെ ഉണ്ടാവും, നീയൊന്ന് നോക്കിയേ എന്ത് ലുക്കിലാണ് അവർ വന്നേക്കണേ, എന്ത് ക്യൂട്ട് അവരെ കാണാൻ, എന്ത് സുന്ദരക്കുട്ടിയായിട്ടാണ് അവർ വന്നേക്കണേ, എന്ത് ഭംഗിയെ കാണാൻ, നോക്കി എല്ലാവരും അവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ഇവർ ഇറങ്ങി വരുമ്പോൾ സച്ചി രേവതി കാണുമ്പോൾ, എൻ്റെ രേവതി നീ സുന്ദരി ആയിക്കൊണ്ടോട്ടെ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് ആദ്യം സച്ചി രേവതിനെ നിർത്തിയിട്ട് രേവതിയുടെ ഫോട്ടോസൊക്കെ എടുക്കണം, അതിനുശേഷം അവർ നിന്നിട്ട് സെൽഫി എടുക്കണം. പക്ഷെ ഇതൊന്നും കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ആരാ? വേറെ ഒന്നല്ല, നമ്മുടെ ശ്രുതിക്ക് ഇതൊന്നും കണ്ടിട്ട് ദഹിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പൊ സച്ചിനും രവീന്ദ്രനും കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ചന്ദ്രമതി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവര് അവിടുന്ന് രവീന്ദ്രനെ കാണുമ്പോൾ അച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് വരികയാണ്. വന്നിട്ട് അടിപൊളി ഉണ്ടല്ലോടാ മക്കളെ എന്നൊക്കെ പറയാം. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ എന്തിനാ കുറയ്ക്കണേ എന്നൊക്കെ ചോദിക്കാണ്. നന്നായിണ്ട് അച്ഛ ചോദിക്കാൻ രവതി. പിന്നെ നന്നായിണ്ട് മോളെ. ഇപ്പൊ വർഷ പറയാണ്, സൂപ്പറായിണ്ട് ചേച്ചി ഏട്ടന് സൂപ്പറായിണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവര് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ശ്രുതി വന്നിട്ട് ഡാഡി എന്ന് വിളിക്കുമ്പോൾ, ഡാഡിയോ ആരടാ നിന്റെ ഡാഡി എന്ന് ചോദിച്ചിട്ട് നീ ആര് എന്തോ ഒരു ചീത്ത വാക്ക് ശ്രുതിയുടെ ചെവിയിൽ പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കും, എന്താ അത് പറഞ്ഞ രവിയേട്ടാ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, അതെ ഞാൻ അവനെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തതാ പറയും. അപ്പോൾ ചന്ദ്രമതി ആണോ ഒന്ന് ഞാനും വിഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ചെവിയിൽ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യും. അപ്പോൾ എൻ്റെ ചന്ദ്ര ഇത്രയും വിവരമില്ലേ നിനക്ക്, നാണോ മാനും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ വെച്ച് ചന്ദ്രമതിനെ കളിയാക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി ഇങ്ങനെ ഫോൺ എടുക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി പെട്ടെന്ന് അതേ പാസ് ചെയ്യുമ്പോൾ സച്ചിൻ്റെ മേത്ത് തട്ടാൻ, എന്താ എവിടെ നോക്കിയിട്ടാണ് നടക്കണമെന്ന് ചോദിച്ചിട്ട് സച്ചി ശ്രുതിനെ ചീത്ത പറയുമ്പോൾ ശ്രുതി പറയാണ്, സോറി ബ്രോ ക്ഷമിക്കുക എന്നൊക്കെ പറയാണ്. ഭയങ്കര ഡീസൻറ്റ് മാനായിട്ട് സോറി ബ്രോ ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഫോൺ താഴ്ത്ത് വീണിട്ടുണ്ടാവും. എൻ്റെ ഫോണ് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുക്കുമ്പോൾ ഇത് മുഴുവൻ കണ്ടിട്ടാണ് നിൽക്കുന്നത് ആര്? നമ്മുടെ ശ്രുതിയും മീരയും. എങ്ങനെയെങ്കിലും അവരുടെ ലക്ഷ്യം സച്ചിയുടെ കയ്യിലുള്ള ഫോൺ കൈക്കലാക്കണം, സച്ചിനെ കുടിപ്പിച്ച് ബോധമില്ലാതെയൊക്കെ ഫോൺ മേടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ ഈ ഫംഗ്ഷന് വന്നിരിക്കുന്നത്. അപ്പോൾ സച്ചിയുടെ ഫോൺ നിലത്ത് വീണുമ്പോൾ മീര ഓടി വന്നിട്ട് ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട്, അയ്യോ ഫോൺ നിലത്ത് വീണല്ലോ സച്ചി നോക്കട്ടെ, എൻ്റെ ഫോൺ നിലത്ത് വീണ നിനക്കെന്താ മീരയെ ചോദിക്കും സച്ചി. അപ്പം മീര അങ്ങനെ കിടന്ന് പരുങ്ങാണ്. അപ്പോൾ ശ്രുതി സച്ചി കൊണ്ടുപോകാൻ നോക്കട്ടെ, സച്ചിയുടെ ഫോണിന് വല്ലതും പറ്റിയോ നോക്കട്ടെ പറയുമ്പോൾ, അല്ല എൻ്റെ അല്ലേ ഫോൺ നിലത്ത് വീണ, എൻ്റെ ഫോണിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ എനിക്കറിയാം, പാർലറായിട്ടെത്തി ബുദ്ധിമുട്ടണ്ട എന്ന് പറയാണ് സച്ചി. അപ്പോൾ ആകെ ചമ്മിയിട്ട് നിൽക്കണം. അപ്പോൾ ശ്രുതി പറയാണ്, ഇവരുടെ സ്വഭാവം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും അതൊന്ന് കൈക്കലാക്കിയല്ലേ പറ്റൂ എന്നൊക്കെ അങ്ങനെ വിചാരിക്കാണ്. സച്ചിനെ രേവതിനെ നോക്കിയിട്ട് മീര ശ്രുതിയോട് പറഞ്ഞ, ശ്രുതി ഒന്ന് നോക്കിയേ എന്ത് ഭംഗി അവരെ, എന്ത് രസമായിട്ട് അവർ ഭാര്യയും ഭർത്താവായിട്ട് ഇരിക്കണത്, എന്ത് നല്ല സ്വഭാവം അവരുടെ. സാധാരണ എൻ്റെ കൂട്ടുകാരിയുടെ ശത്രുക്കൾ നമ്മുടെയും കൂടി ശത്രുക്കളായിട്ട് കാണേണ്ടതാണ്, പക്ഷെ എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല, അവരെന്ത് ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, എനിക്ക് നിന്നെ കൊല്ലാനാണ് തോന്നണത്, മിണ്ടാതെ പൊക്കോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മീരേനെ ചീത്ത പറയണം. അപ്പം എല്ലാവരുടെയും ശ്രദ്ധ വന്നേക്കുന്നത് സച്ചിയിലും രേവതിയിലുമാണ് കേട്ടോ. കാരണം അവർ ഏറ്റവും പാവപ്പെട്ടവരായ കാരണം അവർക്ക് ഒരു വില ഉണ്ടാവില്ല എന്ന് വിചാരിച്ചവരുടെ കൺസെപ്റ്റ് മുഴുവൻ മാറ്റി മറിച്ചിട്ട് റോയൽ ലുക്കിലാണ് സച്ചി രേവതി അവിടെ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ബിസിനസ് പാർട്ട്ണർ ഡീലർഷിപ്പിന് വന്നേക്കുന്ന അഭിലാഷ് സാർ വരികയാണ്. അഭിലാഷ് സാർ വന്നു. കൂടെ മറ്റേ ശ്രുതിയുടെ കൂട്ടുകാരനുണ്ട്, ആനന്ദുണ്ട്. അപ്പം ശ്രുതി ബൊക്കെ കൊടുത്തിട്ട് ഗ്ലാഡ് ടു മീറ്റ് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ പറയാണ്, ശ്രുതിയുടെ പ്രൊഫൈലൊക്കെ ഞാൻ നോക്കി, ഞാൻ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങാറുള്ളൂ, ഞാൻ നോക്കി ശ്രുതിക്ക് 7 ഡിഗ്രി ഉണ്ടല്ലേ, പിന്നെ ഡിഗ്രി മാത്രമല്ല ഹാർഡ് വർക്കിംഗ് ഉള്ള എല്ലാവർക്കും ജീവിതത്തിൽ വിജയം കിട്ടും എന്നൊക്കെ പറയാണ് അഭിലാഷ്. അങ്ങനെ വരൂ സാർ അകത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് കൊണ്ടുപോയി, ഡാഡ് ഇതാണ് അഭിലാഷ് സാർ എന്നൊക്കെ പറയുമ്പോൾ
സാറ് പറയും രവീന്ദ്രനോട്, അതെ അച്ഛൻ മോൻ വലിയ ബിസിനസ്സുകാരൻ, ഒരു മോൻ വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ, ഒരു മോൻ കോടികൾ ആസ്തിയുള്ള കാറിൻ്റെയൊക്കെ ഓണർ, ഈ മക്കളൊക്കെ വലിയ നിലയിലുള്ളതിൻ്റെ സന്തോഷ അഭിമാനം താങ്കളുടെ മുഖത്ത് കണ്ട് പറയും. അപ്പോൾ രവീന്ദ്രൻ എന്തിൻ്റെ അഭിമാനം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ സമയത്ത് ശ്രുതി ഇങ്ങനെ, അല്ല അച്ഛാ അതൊന്നുമില്ല, അച്ഛന് മറ്റേ ചേട്ടൻ അന്വേഷിക്കണ്ടെന്നുള്ള, അച്ഛനൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് മെല്ലെ രവീന്ദ്രനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചിയോട് പറയാണ്, രേവതി പറയണ, അച്ഛനൊന്നും അറിയില്ല തോന്നുന്നു, അച്ഛനോട് മുഴുവനായിട്ടൊന്നും നിങ്ങളുടെ ഏട്ടൻ തുറന്ന് പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് പറയാണ്. അപ്പം ശ്രുതി വർഷയും ശ്രീകാന്തൊക്കെ ഇതിൻ്റെ കൺഫ്യൂഷനിലാണ് നിൽക്കണം. ആ സമയത്ത് സച്ചി പറയും, അച്ഛനോട് പറഞ്ഞില്ലേ അവൻ, എന്നാൽ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ പറഞ്ഞിട്ട് സച്ചി പോകാൻ നിൽക്കുന്ന സമയത്ത്, വേണ്ട സച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണം. അപ്പോൾ സച്ചി ശ്രീകാന്തും കൂടി നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ആ ഒരു ഇതിലാണ്, അങ്കലാപ്പിലാണ് അവർ നിൽക്കണത്. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാവും, കൂടുതൽ അട്രാക്ഷൻ ആർക്കായിരിക്കും, ശ്രുതിക്ക് ഡീലർഷിപ്പ് കിട്ടുമോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രുതിക്ക് അതിൻ്റെ ഡീലർഷിപ്പ് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കപ്പിൾസ് ആരാ? നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ രേഖപ്പെടുത്തിക്കോളൂ. നാളത്തെ എൻ്റെ കഥ കേൾക്കാൻ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പം ഞാൻ നാളത്തെ കഥയുമായിട്ട് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.